നമസ്കാരം. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിനടുത്തായി സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് ജോൺസ് കത്തീഡ്രലിലാണ്. അതിപുരാതനമായ ഒരു കൂടാരപ്പള്ളിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മുടെ നേരെ മുന്നിൽ കാണുന്ന ആ ഗ്രൗണ്ട് പഴയ കൂടാരപ്പള്ളിയുടെ സ്ഥലമായിരുന്നു. അവിടെ ഓലയാൽ നിർമ്മിക്കപ്പെട്ടതും അതിനുശേഷം പിന്നീട് ഓടുകൊണ്ട് മേഞ്ഞതും പിന്നീട് അതിൻ്റെ കാലപ്പഴക്കം കൊണ്ട് ആ ദേവാലയം മാറ്റി അതൊരു മൈതാനമാക്കിയിട്ട് അതിൻ്റെ പിന്നിലായിട്ട് പുതിയതായി നിർമ്മിക്കപ്പെട്ട കൂടാരപ്പള്ളിയാണിത്. ഇന്നും അന്നും ആ പഴയ പള്ളിയും ഈ പുതിയ പള്ളിയും അറിയപ്പെടുന്നത് കൂടാരപ്പള്ളിയും തന്നെയാണ്. അപ്പോൾ ഈ പള്ളിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2004 ഈ പള്ളി വിശ്വാസികൾക്കായിട്ട് തുറന്നു കൊടുത്തത്. നൂറുകണക്കിന് തൊഴിലാളികൾ 5 വർഷത്തെ കഠിനാധ്വാനത്തിലൂടെയാണ് ഈ പള്ളി നിർമ്മിക്കപ്പെട്ടത്. ഈ പള്ളിയുടെ നിർമ്മാണത്തിനായിട്ട് നമ്മുടെ പ്രകൃതിയിലെ ഒട്ടുമിക്ക വസ്തുക്കളും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. കാരണം കൃഷ്ണശില തൊട്ട് ഇരുമ്പും അതുപോലെയുള്ള മെറ്റീരിയലുകളും എല്ലാം കൃഷ്ണശില, മാർബിള്, ഗ്രാനൈറ്റ്, വെട്ടുകല്ല്, ഇഷ്ടിക, കോൺക്രീറ്റ്, തടികൾ, അങ്ങനെ എല്ലാ തരത്തിലുള്ള വസ്തുക്കളും ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വളരെ അത്ഭുതകരമായ ഒരു നിർമ്മാണ രീതിയാണ് ഇതിൻ്റെ പള്ളിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. അത് നമ്മൾ വന്ന് കാണേണ്ട ഒരു ദേവാലയം തന്നെയാണ്. ഏത് സമയത്തും നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്ന നല്ല പരിശുദ്ധമായ ഒരു ഇരിപ്പിടമാണ് ഈ സ്ഥലം. നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും സന്തോഷവും കുളിർമയും നൽകുന്ന എവിടമാണോ അതായിരിക്കണം നിങ്ങളുടെ ദേവാലയം. ഈ ദേവാലയത്തിൻ്റെ അൾത്താരയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ മനോഹരവും നിശബ്ദവുമായ നമ്മുടെ മനസ്സിന് വളരെ ശാന്തിയും സമാധാനവും ലഭിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇത് ബൈബിളിലെ ഓരോരോ സിംബലുകൾ നമുക്ക് ഈ ദേവാലയത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം മതത്തിനുകളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വാസ്തുവാണ് ഈ ദേവാലയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും കൊണ്ടുവന്ന വളരെ ശക്തമായ രീതിയിൽ പഴയ കാലങ്ങളിൽ കോട്ടകൾ നിർമ്മിക്കപ്പെട്ടിരുന്ന തരത്തിലുള്ള വെട്ടുകല്ലുകളാണ് ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. നൂറ്റാണ്ടുകൾ നിന്നാൽ പോലും ഒരു കേടുപാടുകൾ സംഭവിക്കാതെ ഇപ്പോഴും നിലനിൽക്കുന്ന നമ്മുടെ പഴയ കോട്ടകൾ നിർമ്മിക്കപ്പെട്ട അതേ വെട്ടുകല്ലുകളാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ദേവാലയത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും നമുക്ക് ഓരോരോ വ്യത്യസ്തമായ രീതികൾ ബൈബിളിലെ ഭാഗങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതിൻ്റെ ദേവാലയത്തിൻ്റെ വാതിലുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന ബൈബിളുകളിലെ വിശുദ്ധന്മാരുടെ രൂപങ്ങളും ചുറ്റുമുള്ള സോപാനപ്പടികളും എല്ലാം കൃഷ്ണശിലയിൽ തീർത്തതാണ്. അതിനോടനുബന്ധിച്ചുള്ള ഓരോ ഭാഗങ്ങളും ഇതിൻ്റെ ഇടതുവശത്തും വലതുവശത്തും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഓരോന്നിനും ഓരോരോ പ്രത്യേകതകളുണ്ട്. ബൈബിളിലെ ഓരോരോ സിംബലുകൾ ഓരോ ഭാഗത്തും കൊത്തിവെച്ചിട്ടുണ്ട്. അതെല്ലാം വ്യത്യസ്തമാണ്. ഓരോ ഭാഗത്ത് ചെല്ലുമ്പോഴും നമ്മൾ കാണുന്നതെല്ലാം ഒന്നിനൊന്നിന് വ്യത്യസ്തമായിട്ടുള്ളതാണ്. ചുറ്റിനും ഈ ദേവാലയത്തിനൊരു വലം വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരുപാട് മനസ്സിനൊരു ശാന്തിയും സമാധാനവും ലഭിക്കുന്ന വളരെ നല്ല ഒരു ശാന്തമായ അന്തരീക്ഷം നിലകൊള്ളുന്ന ഒരു ദേവാലയമാണ് തിരുവല്ല കൂടാരപ്പള്ളി. കൃഷ്ണശിലയിൽ തീർത്ത കൽവിളക്കുകൾ കണ്ടോ? ഇത് ദേവാലയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. ഇവിടെ ഞങ്ങളതെല്ലാം ഒന്ന് റൗണ്ട് അടിച്ചു, എല്ലാം കണ്ടു. അതിനുശേഷം നേരെ താഴേക്ക് ഞങ്ങൾ ഇറങ്ങിയാണ്. എന്നോടൊപ്പം പള്ളിയുടെ മാനേജർ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് കൂടെ വന്ന് എല്ലാം പറഞ്ഞു തന്നു, മനസ്സിലാക്കി തന്നു. ഈ സഭയുടെ കാലം ചെയ്ത പുരോഹിതന്മാരുടെ കബറുകളാണ് താഴെയുള്ളത്. സാധാരണ ഒരു ഖബറിസ്ഥാനിൽ ചെല്ലുന്ന പ്രതീതിയല്ല നമുക്കവിടെ ഉണ്ടാകുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നമുക്കവിടെ രൂപം കൊള്ളുന്നുണ്ട്. ഇതിനുള്ളിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ അതിനുള്ളിലായിട്ട് ഒരു ദേവാലയമുണ്ട്. അതൊരു നിശബ്ദതയുടെ ദേവാലയം തന്നെയാണ്. നമ്മുടെ മനസ്സിന് ശാന്തി കിട്ടാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നവർ മാത്രമേ ആ ദേവാലയത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ. അത്രമാത്രം നിശബ്ദമായ ഒരു ദേവാലയം. അപ്പോൾ അതിൻ്റെ ഉൾവശം കയറി കാണുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാം എന്നോട് പറഞ്ഞു. വീഡിയോ പകർത്തരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. വീഡിയോ എടുക്കാഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹം പറഞ്ഞു അത്രമാത്രം പവിത്രമായ ഒരു സ്ഥലമാണത്. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അത് ഞാൻ അതിനുള്ളിൽ കയറി അവിടെ പ്രാർത്ഥിച്ചു. വളരെ മനസ്സിന് വളരെ സന്തോഷവും സമാധാനവും കിട്ടിയ ഒരു സ്ഥലമായിരുന്നത്. അവിടെ നിന്ന് എല്ലാം ഓരോരോ പുരോഹിതന്മാരുടെയും കബറുകളാണ് നിങ്ങളെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ കബറുകളും വളരെ മനോഹരമായി പരിപാലിച്ചിരിക്കുന്നു. എല്ലാം പുണ്യാത്മാക്കളാണ്. ദേവാലയത്തിലേക്കുള്ള വഴികളാണ് മാർഗരേഖയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ദേവാലയത്തിന് വലിയ 9 മുഖപ്പുകളുണ്ട്.
ആ 9 മുഖപ്പുകളുടെ മുകളിലായിട്ടും 9 വലിയ താഴികക്കുടങ്ങളിൽ ഞവരനെല്ല് നിറച്ച് സ്ഥാപിച്ചിരിക്കുന്നു. അതിൻ്റെ മുകളിലായിട്ട് 3 ചെറിയ താഴികക്കുടങ്ങളുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഈ പറഞ്ഞ മാതിരി ഞവരനെല്ല് നിറച്ചാണ് സ്ഥാപിച്ചിരിക്കുന്നത്. കൂടാതെ ദേവാലയത്തിൻ്റെ മുന്നിലായിട്ട് പ്ലാറ്റിനം ജൂബിലി ഗേറ്റ് നമുക്ക് കാണാം. അതിമനോഹരമായി വെട്ടുകല്ല് നിർമ്മിക്കപ്പെട്ട ഒരു ഗേറ്റാണ് അതിന് മുന്നിലുള്ളത്. ഈ കാണുന്നതാണ് പ്ലാറ്റിനം ജൂബിലി ഗേറ്റ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ദേവാലയത്തിൽ വന്നിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലെങ്കിലും ഈ ദേവാലയത്തിൽ വന്നു പോവുക. എല്ലാവർക്കും ടാറ്റ ബൈ.